NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു. പരിപാടി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യം. ഊനം തട്ടുമോ എന്ന ആശങ്കയാണ് പൊതുവെ കഴിഞ്ഞ നാളുകളിലുണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയവും അതായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഭാവി ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഏറ്റവും പ്രധാനമായി രാജ്യം കാണുന്ന മതനിരപേക്ഷതയുടെ സംരക്ഷണ പ്രശ്നം, ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അതിനിടയാക്കിയത് കഴിഞ്ഞ ദശാബ്ദം രാജ്യത്തിൻ്റെ ഭരണാധികാരം കൈയാളുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ നയസമീപനങ്ങളും പ്രഖ്യാപനങ്ങളും പ്രവൃത്തികളുമായിരുന്നു. അതിനെക്കുറിച്ച് വലിയ തോതിലാണ് രാജ്യം ചർച്ച ചെയ്തത്. ഇതിൽ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതനിരപേക്ഷതയും ഭരണഘടനയുമെല്ലാം സംരക്ഷിക്കണം എന്നതിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ഒരേ ചിന്താഗതിക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിനായുള്ള കൂട്ടായ്മ വലിയ തോതിൽ ശക്തിപ്പെട്ടു വന്നു. നാം കാണേണ്ടത് ഇന്ത്യ രാജ്യം ഒരുപാട് സവിശേഷതകളുള്ള ഒരു രാഷ്ട്രമാണ്. നമ്മുടെ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ പ്രദേശങ്ങൾ, അവിടങ്ങളിലെല്ലാം വ്യത്യസ്തമായ രീതികളും സമ്പ്രദായങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ സവിശേഷതകൾ പ്രത്യേകമായി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് തെരഞ്ഞെടുപ്പിലുണ്ടാകേണ്ടത് എന്ന നിലപാട് ആദ്യം മുതൽക്കേ ഇടതുപക്ഷം സ്വീകരിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥ തകരാറാക്കാൻ, അപകടത്തിലാക്കാൻ നേതൃത്വം കൊടുക്കുന്ന BJPക്ക് തടയിടാനും BJPയെ പരാജയപ്പെടുത്താനും സംസ്ഥാനങ്ങൾ തോറുമുള്ള BJPക്കെതിരായ കൂട്ടായ്മ ശക്തിപ്പെടുകയാണ് വേണ്ടത് എന്ന നിലപാട് ഇടതുപക്ഷം തുടക്കം മുതലേ സ്വീകരിച്ചിരുന്നു. രാജ്യത്ത് BJPക്കെതിരെയുള്ള ശക്തമായ നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യ എന്ന പേരിലുള്ള ഒരു പൊതു സംവിധാനം
നിലവിൽ വന്നപ്പോഴും ഈ പറഞ്ഞ സംസ്ഥാനങ്ങളുടെ പ്രത്യേകത വെച്ച് ഓരോ സംസ്ഥാനത്തിലുമുള്ള കൂട്ടായ്മ ശക്തിപ്പെടുകയാണ് വേണ്ടത് എന്നതാണ് പൊതുവെ കണ്ടിരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJP ചിന്തിച്ച രീതിയിൽ BJPക്ക് വിജയിച്ചു വരാനായില്ല എന്നത് പൊതുവെ നാം കാണുന്ന കാര്യമാണ്. 400-ലധികം സീറ്റ് നേടുമെന്നും അങ്ങനെ നേടിയാൽ BJPക്ക് തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള മാറ്റങ്ങൾ ഭരണഘടനയിലായാലും രാജ്യത്തിൻ്റെ പൊതുവ്യവസ്ഥിതികളിലായാലും കൊണ്ടുവരാനാകും എന്നാണ് BJP നേതൃത്വം ധരിച്ചിരുന്നത്. പക്ഷേ നേരത്തെ ഒറ്റക്കക്ഷി എന്ന നിലക്ക് തന്നെ ഭൂരിപക്ഷം സമ്പാദിക്കാൻ കഴിഞ്ഞ BJPക്ക് BJP എന്ന നിലയിൽ ഭൂരിപക്ഷമില്ലാത്ത തെരഞ്ഞെടുപ്പായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാറി. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള കരുതലിൻ്റെ ഭാഗമായുള്ള വിധിയാണ്, ജനവിധിയാണ് അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത്. അതിൻ്റെ ഭാഗമായി തങ്ങൾ വിചാരിച്ചാൽ തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കാമെന്ന BJPയുടെ ധാരണ മാറ്റിവെക്കേണ്ടി വന്നു. ഇപ്പോൾ 2 പ്രധാന പാർട്ടികൾ, മറ്റ് ചിലതുമുണ്ട്, എന്നാൽ ഈ 2 പ്രധാന പാർട്ടികളുടെ പിന്തുണയെ ആശ്രയിച്ചാണ് NDA അധികാരത്തിലിരിക്കുന്നത്. അത് രാജ്യത്തിൻ്റെ ഭാവി കണ്ടുകൊണ്ടുള്ള ജനങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ഈ ജനവിധിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനങ്ങൾ തോറുമുള്ള വ്യത്യസ്തമായ നില ഈ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. BJP ആഗ്രഹിക്കും വിധമുള്ള സീറ്റുകൾ ലഭിക്കാതിരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ BJPയെ നേരിടുന്നതിൽ ഏറ്റവും പ്രമുഖമായ പങ്ക് സമാജ്വാദി പാർട്ടിയാണ് വഹിച്ചത്. സമാജ്വാദി പാർട്ടിയോടൊപ്പമാണ് മറ്റു പാർട്ടികളെല്ലാം, BJP എതിർക്കുന്ന മറ്റു പാർട്ടികളെല്ലാം അണിനിരന്നത്. സമാജ്വാദി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉത്തർപ്രദേശിലുണ്ടായ ആ കൂട്ടായ്മക്ക് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. തൊട്ടടുത്ത് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്.
മഹാരാഷ്ട്രയിൽ അവിടുത്തെ NCPയും ശിവസേനയും എല്ലാം അടക്കമുള്ള BJPയെ നേരിടുന്ന പ്രധാന ശക്തിയായി നിലകൊള്ളുന്നത്. അധികാരമത്ത് പിടിച്ചുള്ള ഇടപെടലിൻ്റെ ഭാഗമായി NCPയെയും ശിവസേനയെയും പിളർത്താൻ BJP ഗവൺമെൻറ്റിനും BJPക്കും കഴിഞ്ഞിരുന്നു. നമുക്കറിയാം അതിൻ്റെ മറ്റ് കഥകൾ. ആ കഥകളിലേക്കൊന്നും പോകേണ്ട സമയമല്ല ഇത് എന്നുള്ളത് കൊണ്ട് അതിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. BJP കരുതിയത് NCPയിലെ ഒരു വിഭാഗത്തെയും ശിവസേനയിലെ ഒരു വിഭാഗത്തെയും കൂടെ നിർത്തി വലിയ വിജയം അവിടെ നേടാനാകുമെന്നായിരുന്നു. പക്ഷേ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് സമ്മാനിച്ചത്. അത് BJPക്കെതിരെയുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു. ഇന്നത്തെ രാജ്യത്തിൻ്റെ അവസ്ഥക്ക് ഇടയാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണെന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇത് ഈ രീതിയിൽ പറയുന്നത് പ്രാദേശികമായുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള സവിശേഷമായ ചില ഘടകങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യോജിപ്പിനാണ് BJP ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ BJPയും മറ്റൊരു കക്ഷിയും മാത്രമായി ഏറ്റുമുട്ടുന്ന ചില സംസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ടാകാം. അത്തരം സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ BJPയും കോൺഗ്രസും മാത്രം ഏറ്റുമുട്ടിയ ചില സംസ്ഥാനങ്ങളുണ്ട്. അവിടങ്ങളിൽ BJPക്ക് കൂടുതൽ മെച്ചം നേടാൻ കഴിഞ്ഞു എന്നതും ഈ ഘട്ടത്തിൽ നാം കാണേണ്ടതായിട്ടുണ്ട്. അധിക നാളായില്ല കർണാടകയിലും തെലുങ്കാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയമാണ് കോൺഗ്രസ്സിന് നേടാൻ കഴിഞ്ഞത്. പക്ഷെ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് ഈ സംസ്ഥാനങ്ങളിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും നല്ല ഫലം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു, കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം അത്തരമൊരു സാഹചര്യമല്ല ഉണ്ടാക്കിയത്. BJP ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ സീറ്റ് നേടുന്ന അവസ്ഥ നാം കണ്ടു. ഇത് ഈ രണ്ട് സംസ്ഥാനം മാത്രമല്ല, മറ്റു ചില സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞു വരുന്നത് രാജ്യത്തെ ഇന്നത്തെ BJPയുടെ പിറകോട്ടടിക്ക് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ രാജ്യമാകെ ഉയർന്നു വന്ന BJPക്കെതിരായ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ ഏറ്റവും പ്രധാന പങ്ക് വിവിധ സംസ്ഥാനങ്ങളിലെ
പ്രാദേശിക കക്ഷികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മ ശക്തിപ്പെട്ടതുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ബി.ജെ.പിയും ബി.ജെ.പി ഇതര കോഴിക്കോട് നടക്കുന്ന കേരള NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. ബി.ജെ.പിക്കെതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്നും മുഖ്യമന്ത്രി പറയുന്നു. ബി.ജെ.പി പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ല. ഇടതുപക്ഷം എല്ലാ കാലത്തും ബി.ജെ.പിക്ക് എതിരെയാണെന്നും ബി.ജെ.പി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മുൻപേ പറഞ്ഞതുപോലെയുള്ള വലിയ വിജയം എന്നുള്ള ആ ഒരു വിജയം ഉണ്ടായില്ല. ബി.ജെ.പിയുടെ അത്തരം തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്നും ഉത്തർപ്രദേശിൽ ബി.ജെ.പി നേരിട്ടത് കനത്ത പരാജയമാണെന്നും സമാജ്വാദി പാർട്ടിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നും ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ബി.ജെ.പിക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ ഉന്നയിച്ചത്.